കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് ഏകദേശം 12 മലയാളികൾ ഭീമമായ തുക ലോൺ എടുത്ത ശേഷം അടയ്ക്കാതെ മുങ്ങി. അതിനെതിരെ കുവൈറ്റിലെ ബാങ്കിൻ്റെ അധികൃതർ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. കേരള ഹൈക്കോടതി ഇന്നൊരു ഉഗ്രനൊരു വിധി പ്രസ്താവിച്ചു. ഈ 12 പേരുടെയും കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ 12 പേരും പല സ്റ്റേഷൻ പരിധിയിലാണ് ജീവിക്കുന്നത്. അത് മാത്രമല്ല പലരും വിദേശത്താണ്. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് അതായത് ലോക്കൽ പോലീസിൽ ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്വേഷണത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഇത് കൈമാറിയിരിക്കുകയാണ്. ഇങ്ങനെ പൈസ എടുത്തിട്ട് അടയ്ക്കാതെ മുങ്ങുന്നവർക്ക് ഒരു മുട്ടൻ പണിയാണ് നമ്മുടെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കെന്താണ് അഭിപ്രായം? ഇതുപോലെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് മുങ്ങുന്ന ഈ പരിപാടിയെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നമ്മുടെ നാടിനും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും നാണക്കേടല്ലേ? ഹൈക്കോടതിയുടെ ഈ വിധിയെ ഉറപ്പായിട്ടും നമ്മൾ മലയാളികൾ സ്വാഗതം ചെയ്യണം. കാരണം ലോക്കൽ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിനൊരു ഏകോപനം ഉണ്ടാവും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും പറയണം. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.